ഇതാണ് നമ്മൾ കംസൻ്റെ കോട്ടയുടെ മുകളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചകളാണ്. ശ്രീകൃഷ്ണ ജന്മഭൂമിയായിട്ടുള്ള മധുരയിൽ നമ്മൾ കംസൻ്റെ കോട്ടയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ കംസൻ്റെ കോട്ടയെക്കുറിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അന്നേരം കംസൻ്റെ കോട്ടയ്ക്ക് അകഭാഗമൊന്നും നല്ലപോലെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ വിസ്തൃതിയിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു കോട്ടയാണിത്. നമ്മളിപ്പോൾ കോട്ടയുടെ വെളിയിലാണുള്ളത്. ഇങ്ങനെ വളരെ ഉയരത്തിലാണ് നമുക്ക് ഈ കോട്ട കാണുവാൻ സാധിക്കുന്നത്. ഈ കംസൻ്റെ കോട്ടയെക്കുറിച്ചിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തപ്പോൾ ആ വീഡിയോയുടെയൊക്കെ താഴെ പലരും കമൻറ്റ് ചെയ്തായിരുന്നു, ഇത് വിശ്വസിക്കാൻ പറ്റുകയില്ല, ദ്വാപര യുഗത്തിലുണ്ടായിരുന്ന ഇങ്ങനെ ഈ സ്ട്രക്ചറൊക്കെ ഇപ്പോഴും നിലനിൽക്കുമോ എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തായിരുന്നു. ദ്വാപര യുഗത്തിലുണ്ടായിരുന്ന സ്ട്രക്ചർ അതേപടി ഈ കംസൻ്റെ കോട്ട അന്ന് കംസൻ പണിത് അതേ രീതിയിൽ ഇവിടെ നിലനിൽക്കുന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കംസൻ്റെ ഒരു കോട്ട ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ചിലപ്പോൾ കാലക്രമേണ എന്തെങ്കിലും കേടുപാടുകളൊക്കെ പറ്റിക്കഴിഞ്ഞപ്പോൾ ഓരോരോ രാജാക്കന്മാർ അതാത് കാലഘട്ടങ്ങളിൽ ഇതിന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഇപ്പം നിലവിൽ കാണുന്ന കോട്ടയാണ് ഇത്. കംസൻ്റെ കോട്ട എന്നാണ് ഇവിടെ ഗവൺമെൻറ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കംസൻ്റെ കോട്ട എന്ന് തന്നെയാണ്. പിന്നെ ചിലർ പറയുന്നത് ദ്വാപരയുഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പുറകോട്ടാണ് എന്നൊക്കെ പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കലിയുഗം തുടങ്ങുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തോട് കൂടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 5000-ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദ്വാപരയുഗം കഴിഞ്ഞിട്ട്. അപ്പോൾ ദ്വാപരയുഗത്തിലുള്ള ഈ ഒരു സ്ട്രക്ചറിന് കൂടി വന്നാൽ ഒരു 6000 വർഷത്തിൽ കൂടുതൽ പഴക്കം കാണാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ 6000 വർഷം മുമ്പുള്ള സാധനമൊക്കെ ചിലപ്പോൾ കാണാൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേടുപാടുകൾ പറ്റിയതിന് ശേഷം വീണ്ടും പുനരുദ്ധരിച്ചതായിരിക്കാം. നമുക്കിപ്പോൾ തന്നെ കാണുമ്പോഴറിയാം ആ ഭാഗത്ത് നമ്മുടെ ഇപ്പോൾ ക്യാമറയുടെ നടുഭാഗത്തായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ കേടുപാടുകൾ പറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് ഈ കോട്ടയുടെ വെളിയിലൂടെയുള്ള ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി അകത്തെ കാഴ്ചകൾ കാണാം. അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഈ നേരെ മുന്നിൽ കാണുന്ന ഭാഗമൊക്കെ പുതുതായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നതാണ്. ആ പുറകിൽ കാണുന്ന വലിയൊരു സ്ട്രക്ചർ മാത്രമാണ് ഏറ്റവും കൂടുതൽ പഴക്കമുള്ളതായിട്ട് തോന്നുന്നത്. ഈ യമുനാ നദിയുടെ തീരത്ത് തന്നെയായിട്ടാണ് നമുക്ക് ഈ കംസൻ്റെ കോട്ട കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഇത് കംസക്കില എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെയും നമുക്കിങ്ങനെ കംസക്കില എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് കാണാം. ഇതുവഴിയാണ് കംസൻ്റെ കോട്ടയിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെപ്പുകളാണ്. ഇവിടെ നമുക്ക് വലത് സൈഡിലായിട്ടൊരു ചിന്താഹരൻ മഹാദേവ ക്ഷേത്രവും കാണാം. ഇതാണ് ചിന്താഹരൻ മഹാദേവ ക്ഷേത്രം. ഇതാണ് നമ്മുടെ കംസൻ്റെ കോട്ടയിലേക്ക് കയറി പോകാനായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്തോട്ടാണ് വരുന്നത്. ഇവിടെ ഇങ്ങനൊരു മരം കാണാം. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു കോട്ടയ്ക്കകത്തോട്ട് കയറാനായിട്ടുള്ള ഒരു കമാനവുമാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഈ കംസൻ്റെ കോട്ടയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കാലഭൈരവൻ്റെ ഒരു ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാലഭൈരവൻ്റെയും അതുപോലെ കാളിദേവിയുടെയും ഓരോ വിഗ്രഹങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ കമാനത്തിലൂടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് RSSൻ്റെ എന്തോ ഓഫീസോ എന്തോ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കംസൻ്റെ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കംസൻ്റെ കോട്ടയിലോട്ട് വരുമ്പം ആദ്യം കാണാൻ സാധിക്കുന്ന കാഴ്ച. വളരെ വിശാലമായിട്ടുള്ള ഒരു മൈതാനം പോലെയാണ് നമുക്ക് ഈ കോട്ടയ്ക്ക് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ തോന്നുന്നത്. ഇവിടെയും ഈ കുരങ്ങന്മാരുടെ ശല്യം കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവന്മാർ എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നേരെ മുന്നിലായിട്ട് ഇതുപോലെ 1-2 മുറികളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നത് ഇവിടെ ആണെന്ന് തോന്നുന്നു ഈ RSSൻ്റെ ഓഫീസെന്ന് പറഞ്ഞ് ഇനി ഇവിടെ വല്ലതും ആണോയെന്നറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് ആൾക്കാരെയൊക്കെ കാണുന്നുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ താഴെയായിട്ട് 1-2 മുറികൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. നമ്മൾ കംസൻ്റെ കോട്ടയ്ക്കുള്ളിലാണുള്ളത്. ഇവിടെ സാധാരണ നമ്മൾ കോട്ട എന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ളതുപോലെയുള്ള ഒരു സംഗതികളൊന്നും ഇതിനുള്ളിൽ കാണാനായിട്ടില്ല. നമുക്ക് എന്താണെന്ന് നോക്കാം. നടന്ന് ബാക്കി എന്തെല്ലാം കാഴ്ചകളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കോട്ടയുടെ മുകളിൽ നിന്ന് താഴോട്ടുള്ള ദൃശ്യം ഇങ്ങനെയാണ്. നമുക്ക് താഴെ നോക്കുന്ന അത്രയും ഒരു വലിപ്പം നമുക്ക് ഈ കോട്ടയ്ക്ക് അകത്തോട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ തോന്നുന്നില്ലെന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് നടന്ന് നോക്കാം. എന്തിനാ അങ്ങോട്ട് കുറേ മുന്നോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നടന്ന് മുന്നോട്ട് കാഴ്ചകൾ കാണാം. നമ്മൾ താഴെ നിന്ന് കാണുമ്പോൾ നമ്മൾ ഓർക്കും ആ കോട്ടയുടെ അത്രയും വിസ്തൃതിയിൽ ഇവിടെ അത്രയും ആഴത്തിൽ ഇവിടെ എന്തോ സ്ട്രക്ചർ ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ ഇങ്ങനെ വെറും ഒരു പുൽത്തകിടി പോലെ ഉള്ള സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ മുന്നിലായിട്ട് കാണുന്നത് ഒരു കിണറാണെന്നും പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു മിനാരം ഇങ്ങനെ തൂണ് പോലെയുള്ള സംഗതി തന്നെയാണെന്നാണ് തോന്നുന്നത്. അത് പക്ഷേ അതിനകം പൊള്ളയാണ്. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് യമുനാ നദിയുടെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. മൂടൽമഞ്ഞായതുകൊണ്ട് വ്യക്തമായിട്ട് കാഴ്ചകളൊന്നും നമുക്ക് കിട്ടുന്നില്ലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കംസൻ്റെ കോട്ടയുടെ മുകളിലാണ് നിൽക്കുന്നത്.
ഈ കംസൻ്റെ കോട്ടയെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോഴത്തേനും പലരെ വിമർശിച്ചുകൊണ്ട് അതിൻ്റെ താഴെ കമൻ്റ് ഇട്ടത് ഇവിടെ ഇന്ത്യയിൽ ഇത്രയും പഴയ സ്ട്രക്ചറുകളൊന്നും ഇല്ല, അതൊക്കെ ഈജിപ്തിലും വേറെ ഏതോ രാജ്യങ്ങളിലൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇവരുടെ പറച്ചിൽ കേട്ടാത്തോന്നും ഇന്ത്യയിൽ ഒരു 12,000-3000 വർഷം മുമ്പ് മനുഷ്യരൊന്നും ജീവിച്ചിരുന്നില്ല എന്ന് തോന്നും. ദൂരെയോട്ടുള്ള വരെയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് അത്ര ഉറപ്പുള്ള ഒരു കെട്ടിടമൊന്നും അല്ല ഇത്. മുകളിലോട്ട് ഇനി ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നതൊക്കെ വലിയ താമസിക്കാതെ നിർത്തലാക്കുമെന്ന് തോന്നുന്നു. ഇതെന്താണ് സംഭവം എന്നറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ താഴെ നേരത്തെ ഇവിടെ താഴോട്ട് വല്ലതും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നതാണോ, അത് വല്ലതും മണ്ണിട്ട് മൂടിയതാണോ ഒന്നും അറിയത്തില്ല. ഇപ്പം മുകളിൽ നമുക്ക് ഇതുണ്ട്. ഇവിടെ താഴെ കാണുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിയ ആഴമാണ്. പക്ഷെങ്കിൽ മുകളിലോട്ട് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും പൊക്കവേ ഉള്ളൂ. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന എന്തെങ്കിലും സംഗതികൾ, ഇവിടെ എന്തെങ്കിലും ബിൽഡിങ്ങുകൾ വല്ലതും ഉണ്ടായിരുന്നതാണോ എന്നും ഇനി അറിയത്തില്ല. അപ്പോൾ ഇതാണ് കംസൻ്റെ കോട്ടയ്ക്ക് ഉള്ളിലെ കാഴ്ചകൾ. ഇത് മുമ്പേ നമ്മൾ കണ്ട ആ മുറിയൊക്കെ ഉള്ള ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല എന്നാണ്. അവിടെ കണ്ട ആ കാണുന്ന ആ ഒരു എൻഡിൽ നിന്ന് വീണ്ടും തുടർച്ചയായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു തോന്നുന്നു നേരത്തെ. അപ്പോൾ ഇത് കംസൻ്റെ കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മളത് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ഇവിടം മുതൽ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു കമാനം വരെയാണ് കംസൻ്റെ കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ താഴെ നിന്ന് കാണുമ്പോൾ തോന്നുന്ന അത്ര ഒരു വിസ്തൃതി നമുക്ക് മുകളിലോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് തോന്നുന്നില്ല. ഈ പല ആൾക്കാരും നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് ഇത് കെട്ടുകഥയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. കംസൻ്റെ കോട്ടയെക്കുറിച്ചല്ല, കൃഷ്ണനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ കെട്ടുകഥയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് കൃഷ്ണൻ ജനിച്ചതെന്നാണ് നമ്മൾ മഹാഭാരതമൊക്കെ അനുസരിച്ച് പറയുന്നത്. അപ്പോൾ 5000 വർഷം മുമ്പ് ജനിച്ച കൃഷ്ണൻ്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് മഹാഭാരതത്തിൽ ഉണ്ട്. അതായത് കൃഷ്ണൻ ജനിച്ച ഡേറ്റ്, കറക്റ്റായിട്ട് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഏതൊക്കെ നക്ഷത്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു, ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയായിരുന്നു എന്നെല്ലാം വളരെ വിശദമായിട്ട് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ അല്ലെങ്കിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ കൃഷ്ണൻ എത്ര മക്കളുണ്ടായിരുന്നു, കൃഷ്ണൻ്റെ മക്കൾ ആരൊക്കെയായിരുന്നു, കൃഷ്ണൻ്റെ ഭാര്യമാരാരൊക്കെയായിരുന്നു, കൃഷ്ണൻ്റെ സഹോദരന്മാരാരൊക്കെയായിരുന്നു, കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും ആരൊക്കെയായിരുന്നു, ഇതെല്ലാം വളരെ വിശദമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഒരു 5 തലമുറ മുന്നോട്ട് ഉള്ള ആളുടെ പേര്, നമ്മുടെ അച്ഛൻ്റെ പേര് നമുക്കറിയത്തില്ല, അവർക്ക് എത്ര മക്കളുണ്ടായിരുന്നു നമുക്കറിയത്തില്ല. ഇത്രയും പോലും നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത നമ്മളാണ് ഈ 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ ഇത്രയും ക്ലിയറായിട്ട് പറയുമ്പം ഇത് സത്യമല്ല എന്ന് പറയുന്നത്. പുരാണത്തിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറയുന്ന സംഗതി അതേപടി 100% ശരിയാണെന്നൊന്നുമല്ല പറഞ്ഞത്. എന്താണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിച്ചിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ മധുരയിലായിരുന്നു ജീവിച്ചിരുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകളൊക്കെ നടന്ന സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഈ കാര്യത്തിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല. എന്താണെങ്കിലും മധുരയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദേശം കാണാൻ വരുന്ന ആൾക്കാർ നിശ്ചയമായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ കംസൻ്റെ കോട്ട. നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ മുകൾഭാഗം ഒന്നും കണ്ടില്ല എന്ന് പലരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കോട്ടയുടെ പല ഭാഗത്തും നമുക്കിങ്ങനെ പുരാതനമായിട്ടുള്ള എന്തോ ഒരു സ്ട്രക്ചറിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇവിടെ പുതിയതായിട്ട് പല നിർമ്മിതികളും ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു. അല്ല, ഇവിടെ നമുക്കിങ്ങനെ തൂണുകൾ, ഇതിപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതല്ലെന്ന് തോന്നുന്നത്, ഇവിടുന്ന് എടുത്തുകൊണ്ട് വെച്ചതാണെന്നാണ് തോന്നുന്നത്. ഇവിടെയും നേരത്തെ എന്തോ ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നത്, പൊളിച്ച് കളഞ്ഞതാണെന്ന് തോന്നുന്നത്. കൊണ്ട് ഇവിടെ ഇടിഞ്ഞ് ഇങ്ങനെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത് കാണാം. ഇവിടെ എന്തോ നേരത്തെ എന്തോ സംഗതി ഉണ്ടായിരുന്നതാണ്. ഇതുകൊണ്ട് ഇതൊക്കെ പഴയ രീതിയിലുള്ള തൂണിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ ഇവിടെ ഒരു തൂണിങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നതും കാണാം. ഇത് കണ്ടിട്ട് കോൺക്രീറ്റ് ആണെന്നൊന്നും പറയരുത്, ഇതാണ് കല്ലാണ്, കരിങ്കല്ലാണ്. ഇവിടെ കണ്ടോ, ഇവിടെ എന്തൊക്കെയോ നിർമ്മിതികൾ ഉണ്ടായിരുന്നതാണത് തന്നെ തകർന്നു പോയതോ എന്താണ് സംഭവം എന്നറിയത്തില്ല. കണ്ട് ഇവിടെ 2 തൂണുകൾ ഇവിടെ ഈ സൈഡിൽ കണ്ട്, ഇവിടെ ഒരു തൂണ്, അവിടെ ആയിട്ട് വേറൊരു തൂണ്, 2 തൂണ് ഇങ്ങനെ കയറാനായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്താണിത് സംഗതി എന്നറിയത്തില്ല, നേരത്തെ ഇവിടെ എന്താണ് ഉണ്ടായിരുന്നതെന്ന്. അതുകൊണ്ട് ഇവിടെയും ഇതുപോലെ ഇങ്ങനെ 2 തൂണുകളുടെ ഭാഗങ്ങൾ കാണാം. ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണോ അതോ വേറെ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് ഇവിടെ വെച്ചതാണോ എന്നും അറിയത്തില്ല. കണ്ട് ഇതൊക്കെ ഇങ്ങനൊരു പാളി പോലൊരു സംഗതി, അതും ഇവിടെ പഴയൊരു സ്ട്രക്ചറാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ജന്മഭൂമിയായ മധുരയിലെ കംസൻ്റെ കോട്ടയുടെ കാഴ്ചകളുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.